നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത്, നിങ്ങൾക്കൊരു മാറ്റത്തിന് സമയമായിട്ടുണ്ടോ? പ്രപഞ്ചശക്തി എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിപ്പോൾ എന്ത് കാര്യവുമാവാം. ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അതേപോലെ തന്നെ വിവാഹത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മികച്ച അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ബന്ധങ്ങൾ തിരികെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങൾ അവസാനിച്ചു എന്ന് വിചാരിച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാവാം. അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോയ നിങ്ങളുടെ പങ്കാളി നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കരികിലേക്ക് മടങ്ങിയെത്തുന്നതാവാം. കൂടാതെ നിങ്ങളുടെ മനസ്സിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും വളരെയധികം സ്ഥാനം നൽകിയ, നിങ്ങളെ വളരെയധികം സ്വാധീനിച്ച ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ബന്ധങ്ങളൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ പിരിഞ്ഞു നിൽക്കുന്ന ചില ബന്ധങ്ങൾ തിരികെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിനുള്ള സാധ്യതകൾ, അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രപഞ്ചശക്തി എത്തിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പലരിലും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ, കൂടാതെ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒക്കെ രീതികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം രീതികൾ, ശീലങ്ങളൊക്കെ മാറ്റണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലെ അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വളരെ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളെപ്പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതിലൂടെ മറ്റുള്ളവരുടെ സ്നേഹം, ബഹുമാനം, അതേപോലെ തന്നെ അംഗീകാരമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ പല നേട്ടങ്ങളും പല വിജയങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, മനസ്സമാധാനം ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇതുവരെയും ഇരുട്ടിൽ നിന്നിരുന്ന നിങ്ങളുടെ ജീവിതം ഇനി വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഉണ്ടായിരിക്കേണ്ടത്. കൂടാതെ വളരെയധികം ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കാനും ചെയ്ത് തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങളിലായാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം, മാർഗനിർദ്ദേശമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ, മാർഗങ്ങൾ ഒക്കെ തുറക്കപ്പെടുന്നതാണ്.
എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിൽക്കുന്നത്, അവിടെ ആ ഒരു കാര്യവുമായിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ളതാണ് കാണുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ വളരെയധികം നേട്ടങ്ങൾ, വിജയങ്ങൾ സംഭവിക്കാനുള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കുകയാണ്. ഭാഗ്യം വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ, മാറ്റത്തിൻ്റെയൊക്കെ വലിയൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ ആശങ്കപ്പെടാതെ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഉള്ളിലൊതുക്കി, അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതിനെയൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ വളരെയധികം ഒറ്റപ്പെടൽ നേരിടുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന, നിങ്ങളെ പരിഗണിക്കാത്ത, സ്നേഹിക്കാത്തയൊക്കെ ഒരു സാഹചര്യത്തിലുള്ള ഒറ്റപ്പെടൽ ആയിരിക്കാം നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത്. എന്തായാലും ചില വ്യക്തികൾ വളരെയധികം ഒറ്റപ്പെടൽ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. ആ ഒരു ശക്തി ഏതൊരു മോശം സാഹചര്യത്തിൽ നിന്നും, മാനസിക അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകും എന്ന് തന്നെ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ തിരിച്ചറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.